നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏറെ കേട്ട് പരിചയമുള്ള ഒരു ഔഷധ സസ്യമാണ് ഇരട്ടിമധുരം. ഇരട്ടിമധുരത്തിൻ്റെ ഗൗരവമായ ആഴത്തിലുള്ള പഠനമാണ് ഈ വീഡിയോയിലൂടെ നടത്തപ്പെടുന്നത്. ഫാബേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണ് ഇരട്ടിമധുരം. ചരിത്രാതീത കാലം മുതൽ ഗ്രഹവൈദ്യത്തിലും അമ്മവൈദ്യത്തിലും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. സ്വരശുദ്ധിക്കും ബുദ്ധിവികാസത്തിനും ഇരട്ടിമധുരം ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ സ്വാദ് എല്ലാ മധുരവസ്തുക്കളെക്കാൾ അധിക നേരം നാവിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇരട്ടിമധുരം എന്ന പേര് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൈസിറൈസ ഗ്ലാബ്ര എന്നുള്ളതാണ്. മലയാളത്തിൽ ഇരട്ടിമധുരം എന്ന് തന്നെയാണ് കൂടുതലായിട്ട് അറിയപ്പെടുക. ഇംഗ്ലീഷിൽ ഇതിനെ ലിക്കോറൈസ് എന്നും അറിയപ്പെടാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ ക്ലീതക, അതിരസ, മധുസ്രവ, യഷ്ടി മധു, മധുക എന്നൊക്കെയാണ് അറിയപ്പെടുക. യഷ്ടി മധു എന്നാൽ അതിൻ്റെ അർത്ഥം കരിമ്പിൻ്റെ ആകൃതിയിലുള്ള മധു എന്നാണ്. അതിരസ എന്ന സംസ്കൃത നാമത്തിൽ നിന്നാണ് ഇരട്ടിമധുരം എന്ന പദം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദിയിൽ ഇതിനെ മുലേഠി എന്നും മുൽഖടി എന്നും മീഠി എന്നും ജേഠി മധു എന്നുമൊക്കെ പറയാറുണ്ട്. തെലുങ്കിൽ ഇതിനെ യഷ്ടിമധുകം എന്നാണ് പറയുക. തമിഴിൽ ഇതിനെ അതിമധുരം എന്നാണ് പറയുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. പശ്ചിമേഷ്യ, വടക്കൻ ആഫ്രിക്ക, തെക്കൻ യൂറോപ്പ് എന്നീ പ്രദേശങ്ങളിലാണുള്ളത്. സൈബീരിയ, അറേബ്യൻ നാടുകൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ ഇതുണ്ട്. അറേബ്യ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈജിപ്തിലുണ്ടാകുന്ന ഇരട്ടിമധുരമാണ് ഏറ്റവും ഔഷധ മൂല്യമുള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ കാശ്മീരിലെ ചിന്നാർ, പഞ്ചാബിലെ വടക്കൻ പ്രവിശ്യകൾ, ഹിമാലയൻ താഴ്വരകൾ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. രൂപവരണം നോക്കാം. ഏകദേശം 1.5 മീറ്റർ മുതൽ വരെ ഉയരത്തിൽ വളരുന്ന സസ്യമാണ് ഇരട്ടിമധുരം. ഇത് പടർന്നു കയറുന്ന ചിരസ്ഥായിയായ ഒരു സസ്യമാണ്. ഇരട്ടിമധുര ചെടിയുടെ ഇലകൾ ചെറുതാണ്. ഇലയിൽ 4 മുതൽ 7 വരെ പത്രങ്ങൾ ജോഡിയായിട്ട് കാണപ്പെടും. അത് സമൂഹമായിട്ടാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇലകളുണ്ടാകുന്ന തണ്ടുകളോട് ചേർന്ന് പൂങ്കുലയുടെ തണ്ടുകളും ഉണ്ടാകുന്നു. പൂങ്കുലയ്ക്ക് ഇലകളോടൊപ്പമോ അതിൽ കൂടുതലോ നീളമുണ്ടായിരിക്കും. പുഷ്പങ്ങൾ വളരെ ചെറുതായിരിക്കും. ഇളം പാടല നിറമായിരിക്കും പുഷ്പങ്ങൾക്ക്. ഫലം പോട് ആണ്. 1 തുടങ്ങി 3 സെൻറ്റിമീറ്റർ വരെ നീളം ഈ പോടിനുണ്ടാകും. ഫലത്തിൽ അനവധി വിത്തുകൾ ഉണ്ടാകും. തണ്ടുകൾക്ക് ചാരനിറവും മധുരവും ആണുള്ളത്. ഉണങ്ങിയ തണ്ടുകൾക്ക് നേരിയ തോതിൽ അമ്ലത്തിൻ്റെ രുചി ഉണ്ട്. ഇനങ്ങളെ നോക്കാം. ചുവപ്പ്, വെള്ള, നീല എന്നിങ്ങനെയുള്ള പൂവുകളുള്ള ഇരട്ടിമധുരങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. ചോക്ലേറ്റിന് സ്വാദ് നൽകാൻ ഇരട്ടിമധുരത്തിൻ്റെ സത്ത് ഉപയോഗിക്കാറുണ്ട്. ചില യൂറോപ്യൻ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇരട്ടിമധുരം പുകയിലയിൽ ഒരു സുഗന്ധമായി ഉപയോഗിക്കുന്നുണ്ട്. നാട്ടുവൈദ്യത്തിലും പരമ്പരാഗത വൈദ്യത്തിലും ഇരട്ടിമധുരം ഉപയോഗിക്കുന്നുണ്ട്. ഔഷധങ്ങളിൽ ചേർക്കുന്ന സുന്നാമുക്കി, അമോണിയം ക്ലോറൈഡ്, ടർപ്പൻറ്റൈൻ തുടങ്ങിയവയുടെ രൂക്ഷഗന്ധം കുറയ്ക്കുന്നതിന് വേണ്ടി ഇരട്ടിമധുരം ഉപയോഗിക്കാറുണ്ട്. കൂടാതെ തൊലി കളഞ്ഞെടുക്കുന്ന ഇരട്ടിമധുരത്തിൻ്റെ പൊടി ചേർത്ത് വേദന സംഹാരിയായ ഔഷധങ്ങൾ ഉണ്ടാക്കാറുണ്ട്. തൊലി കളയാത്ത ഇരട്ടിമധുരത്തിൻ്റെ പൊടിയിൽ ക്ലോറോഫോം ദ്രാവകവും ആൽക്കഹോളും നിശ്ചിത അനുപാതത്തിൽ ചേർത്ത് ദ്രാവക രൂപത്തിലുള്ള ഔഷധം ഉണ്ടാക്കാറുണ്ട്. ഇതിലെ രാസഘടകങ്ങളെ നോക്കാം. തടിയിലും തണ്ടിലും വേരിലും 5 തുടങ്ങി 10% വരെ ഗ്ലൈസറൈസിൻ എന്ന ഗ്ലൂക്കോസൈഡ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ പൊട്ടാസ്യം, സ്റ്റാർച്ച്, സ്നേഹദ്രവ്യങ്ങൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ലിക്യുറിറ്റിൻ, ഐസോലിക്വിറ്ററിജിൻ, റബ്നോ ഗ്ലൂക്കോസൈഡ് എന്നീ ഗ്ലൂക്കോസൈഡുകൾ വേരിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഔഷധ മൂല്യങ്ങളെ നോക്കാം. പ്രധാനമായും ഔഷധങ്ങളിൽ ചേർക്കുന്നത് വേരാണ് ഏറ്റവും ഫലപ്രദം എങ്കിലും തണ്ടുകളും ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. വാതം, പിത്തം, ചുമ, പനി, വയറ്റിലെ പുണ്ണ്, ശ്വാസതടസ്സം, അർബുദം, തൊണ്ടയടപ്പ്, സ്വരശുദ്ധി കുറവ്, ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ, വാതം, ശുക്ലക്കുറവ്, ചുമ, ശ്വാസകോശ രോഗങ്ങൾ, നെഞ്ചിടിപ്പ്, ആമാശയവ്രണം, ഛർദി, അസ്ഥിചൂട്,
ഇരുമൽ, ഒച്ചയടപ്പ്, ധാതു നഷ്ടം, ക്ഷീണം, കഫം, ദുർമേധസ്, മൂത്രതടസ്സം, ആർത്തവക്രമക്കേട് എന്നിങ്ങനെ നിരവധി അസുഖങ്ങളിലെല്ലാം ഇരട്ടി മധുരം ഫലപ്രദമാണ്. കൂടാതെ തന്നെ ഘൃതങ്ങൾ, കഷായങ്ങൾ, ചൂർണങ്ങൾ, എണ്ണകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഇരട്ടി മധുരം ഉപയോഗിക്കാറുണ്ട്. മധുകാദിഘൃതം, അതിമധുരഘൃതം, അതിമധുര രസായനം, മധുയഷ്ടാദി തൈലം എന്നിവയിലെല്ലാം ഇരട്ടി മധുരം ചേരുന്നുണ്ട്. പണ്ട് ഗായകർ വെറ്റിലയോടൊപ്പം ഇരട്ടി മധുരവും ചവച്ച് സ്വരശുദ്ധി വരുത്തുന്ന രീതി ഉണ്ടായിരുന്നു. മദ്യപാനം നിർത്തുന്നവരിൽ കണ്ടുവരുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരട്ടി മധുരം ഫലപ്രദമാണ്. ഇരട്ടി മധുരം ആൻറ്റിബയോട്ടിക്കായും ആൻറ്റിവൈറലായും പ്രവർത്തിക്കുന്ന ഘടകങ്ങളുണ്ട്. ട്യൂമറുകളും ഗർഭാശയമുഴകളും സിസ്റ്റുകളും ഒക്കെ നശിപ്പിക്കാൻ ഇരട്ടി മധുരത്തിന് കഴിവുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. ഇരട്ടി മധുരം, വേപ്പില, മരമഞ്ഞൾ എന്നിവ പൊടിച്ച് നെയ്യ് ചേർത്ത് തേച്ച് കഴിഞ്ഞാൽ വ്രണങ്ങൾ പെട്ടെന്ന് കരിയുന്നതാണ്. 2. ഇരട്ടി മധുരവും രക്തചന്ദനവും പാലിൽ ചേർത്ത് കഴിച്ചാൽ രക്താതിസാരം ശമിക്കുന്നതാണ്. 3. ഇരട്ടി മധുരം പാൽ ചേർത്ത് സേവിച്ചാൽ ധാതുക്ഷയം ശമിക്കും. 4. ഒരു ഗ്ലാസ് കുമ്പളങ്ങ നീരിൽ 1 ടീസ്പൂൺ ഇരട്ടി മധുര ചൂർണം ചേർത്ത് അതിരാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ശരീരത്തിൻ്റെ ഉഷ്ണാധിക്യവും മൂത്രച്ചൂടും കൂടെ മൂത്രം പോകുന്നതും മൂത്രത്തിലെ ധാതുക്കളും ശുക്ലങ്ങളും നഷ്ടപ്പെടുന്നതുമൊക്കെ ശമിക്കാനായിട്ട് നല്ലതാണ്. 5. ഇരട്ടി മധുരം, വേപ്പില, മരമഞ്ഞൾ എന്നിവ പൊടിച്ച് തേനും നെയ്യും ചേർത്ത് തിരിയാക്കിയോ കൽക്കമാക്കിയോ വ്രണങ്ങളിൽ വെച്ച് കെട്ടിയാൽ വ്രണം പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. 6. ഇരട്ടി മധുരം, രക്തചന്ദനം ഇവ സമമെടുത്ത് പൊടിച്ച് 5 ഗ്രാം വീതം 1 ഗ്ലാസ് പാലിൽ സ്ഥിരമായി കുടിച്ചാൽ രക്തപിത്തം, രക്താതിസാരം, ഛർദി എന്നിവയ്ക്ക് ശമനമുണ്ടാകും. 7. തൊണ്ടവേദന, സ്വരഭേദം എന്നിവയുള്ളപ്പോൾ ഇരട്ടി മധുരം ചവച്ചിറക്കിയാൽ ശമിക്കുന്നതാണ്. 8. ഇരട്ടി മധുരം 5 ഗ്രാം വീതം സ്ഥിരമായി കഴിക്കുന്നത് ധാതുക്ഷയം കൊണ്ടുള്ള ക്ഷീണം മാറാനായിട്ട് നല്ലതാണ്. 9. ഇരട്ടി മധുരവും ത്രിഫലയും ചേർത്ത് പൊടിച്ചെടുക്കുന്ന ചൂർണം നേത്രരോഗങ്ങൾക്ക് ഉത്തമമാണ്. ഈ ചൂർണം നെയ്യും തേനും ചേർത്ത് കഴിക്കണം, അതാണ് അതിൻ്റെ ചികിത്സ. 10. കുട്ടികൾക്കുണ്ടാകുന്ന പ്രവാഹികയ്ക്ക് അഥവാ അമീബിക് ഡിസെൻട്രിയയ്ക്ക് ഇരട്ടി മധുരവും കാരളിലും കൂടി പൊടിച്ച് 2 ഗ്രാം വീതം 3 നേരം എന്ന കണക്കിൽ കൊടുത്താൽ ശമനമുണ്ടാകും. 11. ഇരട്ടി മധുരവും ഇലിപ്പപ്പൂവും മുന്തിരിയും കോലരക്കും കർക്കടക ശൃംഗിയും വംശരോചനയും ചേർത്ത് അരച്ച് 5 ഗ്രാം വീതം ദിവസവും കഴിക്കുന്നത് കാസരോഗത്തിന് അഥവാ ബ്രോങ്കൈറ്റിസിന് നല്ലതാണ്. 12. നെല്ലിക്ക, കടുക്ക, താന്നിക്ക എന്നീ 3 ചേരുന്നതാണ് ത്രിഫല. ഈ ത്രിഫല നിത്യവും കഴിക്കുന്നവർ ഇരട്ടി മധുരവും കൂടി പൊടിച്ചു ചേർക്കുന്നത് കടുക്കയിലുണ്ടാകുന്ന ദോഷത്തെ കുറയ്ക്കാൻ നല്ലതാണ്. 13. ശുദ്ധമായ ഇരട്ടി മധുരം 15 ഗ്രാം എടുത്ത് പൊടിച്ച് 15 ഗ്രാം തേനും നെയ്യും ചേർത്ത് യോജിപ്പിച്ച് കഴിച്ച് പുറമേ കാച്ചിയ പാൽ കുടിച്ചാൽ നാഡീബലം കൂടുതലായി കിട്ടും. തേനും നെയ്യും ഒരേ അളവിൽ എടുക്കരുത്, അത് അപകടകരമാണ്. തേനും നെയ്യും അല്പ വ്യത്യാസം ഉണ്ടാകണം. 14. ഇരട്ടി മധുരം, കറുക, എള്ള് ഇവ സമം എടുക്കുക. ഇത് കൂടിയതിൻ്റെ പകുതി വെളുത്തുള്ളി നെയ്യിൽ വറുത്ത് അരച്ച് ഇതിനോടുകൂടി ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ വിറവാദത്തിന് ശമനം കിട്ടും. പുറമേ പാൽ കുടിക്കുകയും ചെയ്യണം, അപ്പോൾ ധാതു ശക്തി വീണ്ടെടുക്കാൻ പറ്റും. ഉദരവ്രണങ്ങൾ ഇതുമൂലം ശമിക്കും. വൃക്കയിലെയും മൂത്രാശയത്തിലെയും കല്ല് പൊടിഞ്ഞു പോകും. ഏത് കല്ലാണെങ്കിലും അത് പൊടിഞ്ഞു പോകണമാണ്. ചെറുളയും കടലാടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫലം കിട്ടുന്നതാണ്. 15. കപോലാർബുദം അല്ലെങ്കിൽ കവിൾവാർപ്പ് തടയുവാൻ വേണ്ടി മുറുക്കുന്നവർ അടയ്ക്കയോടൊപ്പം ഇരട്ടി മധുരവും ചേർത്ത് ചവയ്ക്കുമായിരുന്നു. അർബുദത്തിനെതിരെ പണ്ടത്തെ ഒരു റേഡിയേഷൻ ചികിത്സയായിരുന്നു ഇരട്ടി മധുരത്തിൻ്റെ പ്രയോഗം എന്ന് വേണമെങ്കിൽ പറയാം. 16. 1 ടേബിൾ സ്പൂൺ ഇരട്ടി മധുരം പൊടിച്ചത് നെയ്യിൽ ചേർത്ത് രാവിലെ കഴിച്ച് രാത്രി ഇരട്ടി മധുരപ്പൊടി പാലിൽ കുറുക്കിയും കഴിക്കുക. ധാതുബലം വർദ്ധിക്കുന്നതാണ്. ലിംഗബലം ലഭിക്കുകയും കൂടുതൽ സമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് കുമാരതന്ത്രത്തിലാണ് ഈ വിധിയുള്ളത്. 17. ഇരട്ടി മധുരം, ചൂടകർപ്പൂരം,
പെരുങ്കായം, ജീരകം ഇവ സമം പൊടിച്ച് 3 ഗ്രാം വീതം ദിവസം 2-3 നേരം കഴിച്ചാൽ വൈറൽ പനികൾക്ക് ഫലപ്രദമാണ്. 18 ഇരട്ടി മധുരം പാലിൽ അരച്ചുണങ്ങി പൊടിച്ച് വീണ്ടും പാലിൽ കുഴച്ച് അത് സ്ഥലങ്ങളിൽ പലവട്ടം തേച്ച് തലോടണം. 1 മണിക്കൂറിന് ശേഷം അത് കഴുകിക്കളയുക. അങ്ങനെ ചെയ്താൽ ശുഷ്കമായ സ്ഥലം പുഷ്ടി പ്രാപിക്കുന്നതാണ്. 13 താന്നിയുടെ തൊലി, താന്നിയുടെ ഇല, താന്നിയുടെ വേര്, താന്നിയുടെ പൂവ്, താന്നിയുടെ കായ ഇവ കഷായം വെച്ച് എരുമപ്പാൽ, അമരയില യുടെ നീര്, പനങ്കുലയുടെ നീര് എന്നിവ സമം ചേർത്ത് സമം ത്രിഫലത്തോട്, അഞ്ജനക്കല്ല്, ഇരട്ടി മധുരം, വെളുത്ത കുന്നിവേര് എന്നിവ കൽക്കമായി എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നിൽക്കും, നര മാറും, മുടി പനങ്കുല പോലെ വളരുകയും ചെയ്യും. 20 ഇരട്ടി മധുരം, കറുക, എള്ള് ഇവ സമം നെയ്യിൽ വറുത്തരച്ച് കുഴമ്പാക്കി പുരട്ടുക. അല്ലെങ്കിൽ ഇരട്ടി മധുരം തേനിൽ അരച്ച് പുരട്ടുക. അങ്ങനെ ചെയ്താൽ പാലുണ്ണി ശമിക്കുന്നതാണ്. 21 വൃക്കയിലെ കല്ലിന് ദിവസവും 1 കഴഞ്ച് ഇരട്ടി മധുരം പൊടിച്ച് കാടിയിൽ സേവിച്ച് കഴിഞ്ഞാൽ ശമനമുണ്ടാകുന്നതാണ്. 22 ചൂട് മൂലം ബീജത്തിൻ്റെ കൗണ്ട് കുറയുന്നവർ വൈകിട്ട് ഇരട്ടി മധുരം ചതച്ച് വെള്ളത്തിലിട്ട് രാവിലെ ആ വെള്ളം കുടിച്ചാൽ കൗണ്ട് വർദ്ധിക്കുന്നതാണ്. 23 ഇരട്ടി മധുരവും ത്രിഫലയും കൊത്തമല്ലിയും ചതച്ച് വെള്ളത്തിലിട്ട് പിറ്റേന്ന് അരിച്ച് കണ്ണിൽ ധാര കോരിയാൽ കണ്ണ് ചൊറിയുന്നതും ഇൻഫെക്ഷനും ശമിക്കുന്നതാണ്. തിമിരത്തിന് നല്ലതാണ്. ഇത് സ്ത്രീകളുടെ വജൈനൽ ഇൻഫെക്ഷനും നല്ലതാണ്. 24 ഇരട്ടി മധുരം പൊടിച്ച് തേൻ ചേർത്ത് ലേപനം ചെയ്താൽ മുഖകാന്തി വർദ്ധിക്കും, പാടുകൾ മായും. 25 ഇരട്ടി മധുരത്തിൻ്റെ സ്വരസം വായിൽ കൊണ്ടാൽ ഊനിൽ നിന്നും മോണയിൽ നിന്നും രക്തം വരുന്നത് ശമിക്കുന്നതാണ്. 26 ഇരട്ടി മധുരവും കുരുമുളകും പൊടിച്ച് തേൻ ചേർത്ത് പല പ്രാവശ്യം സേവിച്ച് കഴിഞ്ഞാൽ തൊണ്ടവേദന ശമിക്കുന്നതാണ്, സ്വരം തെളിയുകയും ചെയ്യും. 27 ഇരട്ടി മധുരവും കറുകയും കൂട്ടി നെറുകയിൽ കൺമഷി ഉണ്ടാക്കി കണ്ണെഴുതിയാൽ, നറുനെയ്യിൽ കൺമഷി ഉണ്ടാക്കി കണ്ണെഴുതിയാൽ കണ്ണിലെ പാടയുടെ മുറിവ്, പഴുപ്പ് മുതലായവ ശമിക്കും, അങ്ങനെ കാഴ്ച തെളിയും. 28 ഇരട്ടി മധുരവും രക്തചന്ദനവും പൊടിച്ച് 5 ഗ്രാം വീതം 50 മില്ലി പാലിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ രക്തപിത്തവും ഛർദിയും ക്ഷയവും അതിസാരവും ശമിക്കുന്നതാണ്. 29 ഇരട്ടി മധുരവും മഞ്ഞളും വേപ്പിലയും പൊടിച്ച് തേൻ ചേർത്ത് ലേപനം ചെയ്താൽ വ്രണങ്ങൾ ശമിക്കുന്നതാണ്. 30 ഇരട്ടി മധുരം, കടുക് രോഹിണി, ചിറ്റമൃത്, ചുക്ക് എന്നിവ പൊടിച്ച് തേൻ ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ വാതരക്തം ശമിക്കുന്നതാണ്. 31 ഇരട്ടി മധുരവും ത്രിഫലയും പൊടിച്ച് തേനിൽ പാതി നെയ്യും ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ നേത്രരോഗങ്ങൾ ശമിക്കും, കാഴ്ചശക്തി വർദ്ധിക്കും. 32 ഇരട്ടി മധുരം ചവച്ചിറക്കിയാൽ തൊണ്ടയിലെ കരകരപ്പ് മാറി സ്വരം തെളിയും. 33 ഇരട്ടി മധുരം ആവണക്കെണ്ണ ചേർത്ത് സേവിച്ചാൽ പിത്തശൂല ശമിക്കും. 34 ഇരട്ടി മധുരവും ഇരിപ്പപ്പൂവും കോലരക്കും ഉണക്കമുന്തിരിയും വംശരോചനയും കർക്കിടക ശൃംഗിയും ചേർത്ത് പൊടിച്ച് വിധിപ്രകാരം സേവിച്ചു കഴിഞ്ഞാൽ കാസരോഗങ്ങൾ ശമിക്കുന്നതാണ്. 35 പുകവലി നിർത്തുവാൻ ശ്രമിക്കുന്നവർ ഇരട്ടി മധുരം ഇടയ്ക്ക് ചവയ്ക്കുന്നത് നല്ലതാണ്. അത് ആ പ്രവണത കുറയ്ക്കാനും ഒപ്പം തന്നെ ഉള്ളിൽ നിന്നുള്ള ആ പ്രചോദനം കുറയ്ക്കാനും നല്ലതാണ്. 36 വെള്ളരിക്കുരുവും ഇരട്ടി മധുരവും സമമരച്ച് ഒരു രാത്രി കരിക്കിൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന് പിറ്റേനാൾ രാവിലെ വെള്ളവും ആ മരുന്നും കൂടി സേവിച്ചു കഴിഞ്ഞാൽ മൂത്രതടസ്സവും അശ്മരി അഥവാ വൃക്കയിലെ കല്ലും ശമിക്കുന്നതാണ്. 37 കരിന്തകാളിയുടെ നീരിൽ ഇരട്ടി മധുരം അരച്ച് നെയ്യ് ചേർത്ത് കാച്ചി സേവിച്ചു കഴിഞ്ഞാൽ ഒച്ചയടപ്പ് ശമിക്കും, സ്വരമാധുര്യം ഉണ്ടാകും. 38 അത്തിപ്പഴവും ഇരട്ടി മധുരവും കൂടി അരച്ച് പശുവിൻ പാൽ ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ ക്ഷുദ്രമസൂരി അഥവാ ചിക്കൻ ബോക്സ് ശമിക്കും. ചിക്കൻ ബോക്സ് വായിലും കുടലിലും വന്ന് ആഹാരം കഴിക്കാൻ വിഷമമായാൽ ഇരട്ടി മധുരം പൊടിച്ച് പാലിൽ കലക്കി കുടിച്ചാൽ 2-3 ദിവസത്തിനകം അത് ശമിക്കുന്നതാണ്. 39 ഛർദി ഉള്ളപ്പോൾ ഇരട്ടി മധുരം കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ വയർ ശുദ്ധമായി ഛർദി നിൽക്കുന്നതാണ്. 40 ഇരട്ടി മധുരം നെയ്യിൽ വറുത്തരച്ച്
ലേപനം ചെയ്ത് കഴിഞ്ഞാൽ പാലുണ്ണി ശമിക്കും. പഴുത്ത പാലുണ്ണിക്കും ഇത് നല്ലതാണ്. 41. ഇരട്ടിമധുര ചൂർണം കാടിയിലോ ഞെരിഞ്ഞിൽ കഷായത്തിലോ വയൽച്ചുള്ളി കഷായത്തിലോ കറുകപ്പുൽ നീരിലോ സേവിച്ചു കഴിഞ്ഞാൽ മൂത്രക്കല്ല് പൊടിഞ്ഞു പോകുന്നതാണ്. 42. ഇരട്ടിമധുര ചൂർണം പഴയ കഞ്ഞിവെള്ളത്തിൽ കലക്കി 3 ആഴ്ച സേവിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ അസ്ഥിസ്രാവവും വെള്ളപ്പോക്കും ശമിക്കുന്നതാണ്. 43. ഇരട്ടിമധുരം കൽക്കമായി എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ കണ്ണിന് കുളിർമ കിട്ടുന്നതാണ്. 44. ഇരട്ടിമധുരത്തിൻ്റെ തോലും ചതുരമുല്ലയും തെള്ളിയും അരച്ച് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അസ്ഥിയുടെ ക്ഷതം ശമിക്കുന്നതാണ്. 45. ഇരട്ടിമധുരത്തിൻ്റെ തോലും ഉദിയുടെ തോലും ചതച്ചു പിഴിഞ്ഞ നീരിൽ മീറ പൊടിച്ച് ചേർത്ത് കുറുക്കി അതിൽ മുട്ടവെള്ള ചേർത്ത് നന്നായി ഇളക്കി അത് പുരട്ടി കഴിഞ്ഞാൽ അസ്ഥിക്ഷതം പെട്ടെന്ന് ശമിക്കുന്നതാണ്. 46. ഇരട്ടിമധുരത്തിൻ്റെ കായും ഈനാമ്പേച്ചിയുടെ തോടും ഉടുമ്പിൻ നെയ്യ് ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ അപസ്മാരം ശമിക്കുന്നതാണ്. 47. ഇരട്ടിമധുരം പൊടിച്ച് തേൻ ചേർത്ത് സേവിച്ചാൽ വയറിളക്കവും ഛർദിയും ശമിക്കുന്നതാണ്. 48. ഇരട്ടിമധുരത്തിൻ്റെ തൊലി ചതച്ച് പല്ലിൻ്റെ പോടിൽ വെച്ചാൽ അല്ലെങ്കിൽ പല്ല് ഇളകുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പല്ല് ഉറയ്ക്കുന്നതായിരിക്കും. 49. ശോധനാ ചികിത്സയ്ക്ക് ശേഷം ഇരട്ടിമധുരത്തിൻ്റെ വേര് മാത്രം ഉണക്കി പൊടിച്ച് 15 ഗ്രാം പൊടി നാടൻ പശുവിൻ്റെ ശുദ്ധമായ നെയ്യും അതിൽ പകുതി ചെറുതേനും ചേർത്ത് രാത്രിയിൽ കഴിക്കുകയും അതിനുശേഷം പാൽ കുടിക്കുകയും ചെയ്താൽ പലവിധ കാരണങ്ങളാൽ പുരുഷന്മാർക്ക് കൗണ്ട് കുറയുന്നതും പുരുഷബീജം ഇല്ലാതാവുന്നതും മാറിക്കിട്ടുന്നതാണ്. 50. അടവതിയൻ കിഴങ്ങ് നായ്ക്കരണപ്പരിപ്പ് ഇരട്ടിമധുരം കർക്കിടക ശൃംഗി വയൽച്ചുള്ളി വിത്ത് കുരുവിക്കിഴങ്ങ് ഇവ പാലിൽ കഷായമായി കുടിച്ചാൽ 80-ാം വയസ്സിലും പുത്രനുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. 51. 350 ഗ്രാം നല്ലെണ്ണ 150 ഗ്രാം കുഞ്ഞുണ്ണി നീര് 43.25 ഗ്രാം ഇരട്ടിമധുര ചൂർണം 350 ഗ്രാം പശുവിൻ പാല് ഇവ ചെറുതീയിൽ കാച്ചി അരിച്ച് 4 ദിവസത്തിലൊരിക്കൽ തലയിൽ തേച്ച് കുളിച്ചാൽ കപാലാർശസ് പീനസം നീർവീഴ്ച മുതലായവ ശമിക്കുന്നതാണ്. 52. ശുദ്ധി ചെയ്ത ഇന്ദുപ്പും ഇരട്ടിമധുരപ്പൊടിയും എടുത്ത് നറുനെയ്യ് ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ ത്രിദോഷം കൊണ്ടോ മറ്റ് 2 ദോഷം കൊണ്ടോ ഉണ്ടാകുന്ന മുലപ്പാൽ ദോഷം ശമിക്കുന്നതാണ്. 53. ശതാവരിക്കിഴങ്ങ് കോവലിൻ്റെ കിഴങ്ങ് കരിമ്പിൻ നീര് ആറ്റുദർഭയുടെ വേര് അമരവേര് ദർഭവേര് ഇരട്ടിമധുരം കുറുന്തോട്ടി വേര് ചെറുപഞ്ചമൂലം എന്നിവ കഷായം വെച്ച് കൽക്കണ്ടം ചേർത്ത് സേവിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കുന്നതാണ്. 54. ഇരട്ടിമധുരം കുരുവില്ലാക്കടുക്ക രക്തചന്ദനം ഇവ ഗോമൂത്രത്തിൽ അരച്ച് ലേപനം ചെയ്താൽ കരിമംഗല്യം മാറുന്നതാണ്. 2 ആഴ്ച കൊണ്ട് ശമിക്കും. കരിമംഗല്യം എന്ന് പറയുന്നത് കണ്ണിന് താഴെയും കവിളിലും മറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറത്തെയാണ് കരിമംഗല്യം എന്ന് പറയുന്നത്. 55. വയർവേദനയും വിഭ്രാന്തിയും ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് പ്ലീഹാവീക്കം. 150 ഗ്രാം ഇരട്ടിമധുരവും 500 ഗ്രാം തഴുതാമയും 250 ഗ്രാം കുടകനും തിപ്പലി 5 എണ്ണവും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ചുക്കുപൊടിയും കൂടി 2.5 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് 3/4 ലിറ്ററാക്കി അരിച്ച് 100 മില്ലി വീതം രാവിലെയും രാത്രിയും സേവിച്ചാൽ പ്ലീഹാവീക്കം ശമിക്കുന്നതാണ്. 56. നെല്ലിക്ക താന്നിക്ക കടുക്ക സുന്നാമുക്കി ഇരട്ടിമധുരം എന്നിവയുടെ ചൂർണത്തിന് ബൃഹക്ഷലാദി ചൂർണം എന്നാണ് പറയുക. ഇത് മോരിൽ ചേർത്ത് കഴിച്ചാൽ നെഞ്ചരിച്ചിൽ പുകച്ചിൽ പ്ലീഹരോഗം ഉദരരോഗം മുതലായവ ശമിക്കും. 1 സ്പൂൺ പൊടി 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് കഴിച്ചാൽ നല്ല ശോധനയുണ്ടാകും. ഈ പൊടി ചൂടുവെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാം. ഈ പൊടി തേനിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വളരെ നല്ലതാണ്. 57. ഇരട്ടി മധുരം കൊണ്ട് അതിമധുരാദി രസായനം വസിഷ്ഠ മഹർഷി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇരട്ടി മധുരം കഷായം വെച്ച് അതിൻ്റെ തെളി മാത്രം ഊറ്റിയെടുത്ത് ഓട്ടുരുളിയിൽ 7 ദിവസം വെയിലത്ത് വയ്ക്കുക. സൂര്യസ്ഫുടം ചെയ്യാമെന്ന് പറയും 7 ദിവസം വെയിലത്ത് വയ്ക്കുന്നതിന്. അത് വെള്ളം വറ്റി കുറുകും.
അങ്ങനെ കുറുകി കഴിയുമ്പോൾ അതിൽ കരിക്ക് വെള്ളം ഒഴിച്ച് വീണ്ടും വെയിലത്ത് വയ്ക്കണം. 3-4 ദിവസം കൊണ്ട് മട്ട് അടിഞ്ഞ് വെള്ളം മുകളിൽ തെളിയും. ഈ തെളി ഊറ്റിക്കളഞ്ഞ് വള്ളിക്കുറുന്തോട്ടി, നീലക്കുറുന്തോട്ടി, ചെറിയ കുറുന്തോട്ടി, ആനക്കുറുന്തോട്ടി എന്നിവ പച്ചയ്ക്ക് ഇടിച്ച് അരച്ച് അതിൽ ചേർത്ത് മറ്റ് രസായനത്തിൻ്റെ മരുന്നുകളും ചേർത്ത് രസായനം ഉണ്ടാക്കും. ഇത് സേവിക്കുമ്പോൾ എരിവ്, പുളി, ഉപ്പ് എന്നിവ വർജിക്കണം. വെള്ളം കുടിക്കരുത്. പാലും ചോറും മാത്രമേ കഴിക്കാവൂ. ഇതിന് രസായനത്തിൻ്റെ വലിയ ഗുണമുണ്ട്. 58 ഇരട്ടി മധുരം, കർപ്പൂരം, ശുദ്ധമായ കർപ്പൂരം, പെരുങ്കായം, ജീരകം ഇവ തുല്യമായി എടുത്ത് നന്നായി പൊടിച്ച് 3/4 ടീസ്പൂൺ വീതം 3 നേരം കഴിച്ചാൽ ജലദോഷം പൂർണ്ണമായി സുഖപ്പെടും, പനിയും മാറും. ഇതിൻ്റെ കൃഷിയെക്കുറിച്ച് നോക്കാം. വിത്തുകൾ മുളപ്പിച്ചും തണ്ട് നട്ടും പുതിയ തൈകൾ ഉണ്ടാക്കാം. 3 വർഷം കഴിഞ്ഞ് വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തണ്ടുകളും വേരുകളും വെട്ടി ഉണങ്ങിയാണ് കമ്പോളത്തിൽ ഇരട്ടി മധുരമായി വിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ വളർച്ച വളരെ കുറവുള്ള ചെടിയാകിയാൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഇരട്ടി മധുരം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നത് ലാഭകരമല്ല. ശുദ്ധിയും ശ്രദ്ധയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അതിൻ്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന എൻസൈമിനെ ഇരട്ടി മധുരത്തിലുള്ള ഗ്ലൈസറൈസിൽ എന്ന മധുരദ്രവ്യം നശിപ്പിക്കും. അതുകൊണ്ട് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നിയന്ത്രിതമായ അളവിൽ മാത്രമേ ഇരട്ടി മധുരം ഗർഭിണികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പാർശ്വഫലങ്ങളെ നോക്കാം. ശുദ്ധമായ ഇരട്ടി മധുരത്തിലെ ഒരു ഘടകമായ ഗ്ലൈസിറൈസിനിക് ആസിഡ് പ്രതിദിനം 2 mg കൂടുതലായാൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് അതിൻ്റെ അമിത ഉപയോഗം പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് സാരം. ഹൈപ്പോകലാമിയ, രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നത്, പേശികളുടെ ബലഹീനത എന്നിവയൊക്കെ ഒരുപക്ഷെ അങ്ങേയറ്റത്ത് മരണം പോലും ഉണ്ടായെന്ന് വരാം. അപ്പോൾ അമിതമായ ഉപയോഗം ദോഷകരമാണ് എന്നർത്ഥം. മായം നോക്കാം. ഇന്ന് മാർക്കറ്റിൽ വരുന്ന ഇരട്ടി മധുരം അധികവും വ്യാജമാണ്. ശംഖുപുഷ്പത്തിൻ്റെ വേരും കുന്നിയുടെ വേരും ഇരട്ടി മധുരത്തിന് പകരമായി ഉപയോഗിക്കാറുണ്ട്. അത് വിറ്റുവരുന്നുണ്ട്. കുന്നിവേരിന് ഇരട്ടി മധുരത്തിൻ്റെ സ്വാദുണ്ട്, കുന്നിവേരിന് വിഷമുണ്ട്. ഇത് കരിക്കിൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ കരിക്കിൻ വെള്ളം നീല നിറത്തിലാകും. വാജീകരണ ചികിത്സയിലും രസായന ചികിത്സയിലും ഒഴികെ മറ്റു മരുന്നുകളിൽ ഇരട്ടി മധുരത്തിന് പകരമായി ഇത് ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റില്ല. കുന്നിമണി വേരും നെല്ലിക്കുന്നിയുടെ വേരും ഒക്കെ ഇരട്ടി മധുരത്തിൽ ചേരുന്നുണ്ട്. അങ്ങനെ മായമുണ്ട്. അതുകൊണ്ട് നോക്കി വേണം അത് വില കൊടുത്ത് വാങ്ങിക്കാനായിട്ട്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞ ചികിത്സാ വിധികൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുന്നു. അറിവിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.